ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബട്ടർ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 വലിയുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 4-5 പച്ചമുളകും കൂടി കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടാനും വേണ്ടിയിട്ടുള്ള ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് അവസാനമായിട്ട് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് ടൈം ഇളക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റാക്കി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള അത് ഒഴിച്ച് കൊടുക്കുക. ശരിക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പുഴുങ്ങിയ മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ കറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് അരക്കുന്നുണ്ട്. തേങ്ങ ഓപ്ഷണലാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും അതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയത് തേങ്ങ അരക്കാതെ മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ്. അപ്പം തേങ്ങ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലെ ഇതിലേക്ക് അരച്ച് ചേർക്കാം. ഇപ്പോൾ കറി നല്ല തിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് ഓവറായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ.